സോഷ്യൽ മീഡിയയിൽ മൊത്തം എമ്പുരാൻ തരംഗമാണ്. ലിയോയുടെ റെക്കോർഡുകളൊക്കെ ഏതാണ്ട് തകർന്നിട്ടുണ്ട്. തകരുമെന്നുള്ള രീതിയിലും അതുപോലെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള രീതിയിലൊക്കെ എമ്പുരാന്റെ ആരാധകർ ആഘോഷിക്കുകയാണ്. ലാലേട്ടൻ ഫാൻസ് ആഘോഷിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും ഹൈപ്പ് കൊണ്ടുവന്നിട്ടുള്ള സിനിമ തന്നെയാണ്. പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മൾട്ടി സ്റ്റാർ പടമാണ്. ലാലേട്ടൻ തന്നെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നോക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നാണ്. അപ്പൊ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ആദ്യത്തെ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിൽ വിറ്റ് പോയിട്ടുള്ള ടിക്കറ്റ് എമ്പുരാനാണെന്നാണ്. അത് ഇപ്പോ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം വൈകുന്നേരം 6:27 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് വന്നതാണ് 96,000 മുകളിൽ ടിക്കറ്റ് സെയിൽ ആയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അത് ശരിയായിരിക്കാം. ഇനി മറ്റൊരു പോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് കണ്ടതാണ്, ഏതാണ്ട് 1 മണിയൊക്കെ ആകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. തൃശൂർ രാഗം തിയേറ്ററിൽ ഇനിയുള്ള 5 ദിവസത്തേക്ക് എമ്പുരാന്റെ സിനിമയ്ക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നാണ്. നമുക്ക് ആദ്യം നോക്കാം ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന്. അതിന് ഞാനിപ്പം ബുക്ക് മൈ ഷോയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് കൊച്ചി സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്യാണ്. തൃശ്ശൂർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എമ്പുരാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ബുക്ക് ടിക്കറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ശരിയാണ്, മാർച്ച് 27 വ്യാഴാഴ്ച ഫുൾ ആണ്, അതായത് ഒരു ടിക്കറ്റ് പോലും അവൈലബിൾ അല്ല. ഇനി ഞാൻ ഫ്രൈഡേ 28 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് എല്ലാം ഫുൾ അല്ല, ഓൾമോസ്റ്റ് യെല്ലോയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ടിക്കറ്റുകൾ മുന്നിൽ അവൈലബിൾ ആണ്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ഷോയും ഫുൾ അല്ല, ഒരുപാട് ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. അതായത് രണ്ടാമത്തെ ദിവസമാണ് ഫ്രൈഡേ. നമ്മൾ തേഴ്സ്ഡേ നോക്കുന്ന സമയത്ത് എല്ലാം ഹൗസ്ഫുൾ ആണ്, ശരിയാണ്. ഇനി ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്തും ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് ടിക്കറ്റുകൾ കുറച്ചൊക്കെ അവൈലബിൾ ആണ്, അതായത് ഫുൾ ആയിട്ട് സെയിൽ ആയിട്ടില്ല. ഇനി നമ്മൾ സൺഡേ എടുക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സൺഡേ ആയിരിക്കും, ഇത് ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്, പക്ഷേ ഇപ്പോഴും ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മൾ മൺഡേ എടുക്കുകയാണ്, അതായത് 5ാമത്തെ ദിവസം നോക്കുകയാണ്, ഇപ്പൊ ഗ്രീനിൽ അവൈലബിൾ ആണ്, അതായത് ഫുൾ ടിക്കറ്റുകളൊന്നും സെയിൽ ആയിട്ടില്ല. ഇപ്പം ഒരുപാട് ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. കാരണം തൃശ്ശൂർ രാഗത്തിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഉച്ചക്ക് 1 മണിക്ക് തന്നെ 5 ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല, ഹൗസ്ഫുൾ ആണെന്നാണ്. ഇപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വൈകുന്നേരം 5:30 നോക്കുന്ന സമയത്ത് ആ ഒരു വാദം കുറച്ച് കേട്ടി പറഞ്ഞതാണ്. ഏതായാലും 5 ദിവസത്തേക്കൊന്നും ടിക്കറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോ ബുക്ക് മൈ ഷോയിൽ നമ്മൾ തൃശ്ശൂർ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് ബുക്ക് ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്. ഗ്രീനുള്ള തിയേറ്ററുകൾ ഉണ്ട്, അതായത് തൃശ്ശൂർ സിറ്റിയാണ് പറയുന്നത്. കുറച്ച് ഷോകൾ മാത്രമാണ് ഫുൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ദിവസം. അതായത് ടിക്കറ്റുകൾ ഇനിയുള്ള 5 ദിവസത്തേക്ക് കിട്ടാനില്ല കേരളത്തിൽ എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്ററുകൾ കാണുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ സിറ്റിയിൽ 2ാമത്തെ ദിവസം മുതൽ മെജോറിറ്റി ഗ്രീൻ ആണ്. 3ാമത്തെ ദിവസവും ഗ്രീൻ ആണ്, ഞാൻ നോക്കുന്നില്ല. സൺഡേ ഗ്രീൻ ആണ് മെജോറിറ്റി, മൺഡേ ഗ്രീൻ തന്നെയാണ്. ഈ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 5 ദിവസത്തേക്കൊന്നും ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ കൊച്ചിയാണ് നോക്കുന്നത്. കൊച്ചിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യുന്ന സ്ഥലം. കൊച്ചിയിലേക്ക് നോക്കുന്ന സമയം ആദ്യ ദിവസം ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആണ്, അതായത് കുറച്ചൊക്കെ യെല്ലോ അവൈലബിൾ ആണ്, ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഏതായാലും എല്ലാ ഷോയും ഒന്നും ഹൗസ്ഫുൾ അല്ല. ചില തിയേറ്ററുകളിൽ ഇപ്പോഴും ഗ്രീൻ അവൈലബിൾ ആണ്, കുറച്ച് ഗ്രീൻ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ആദ്യ ദിവസമാണ്, ഇപ്പോഴും അവൈലബിൾ ആണ്, അതായത് എല്ലാ ഷോയും ഫുൾ അല്ല. ഇനി ഫ്രൈഡേയിലേക്ക് വരുന്ന സമയത്തും അതുപോലെ തന്നെയാണ്, ഒരുപാട് ഗ്രീൻ അവൈലബിൾ ആണ്. ഇനി സാറ്റർഡേ വരുന്ന സമയത്തും ഗ്രീൻ അവൈലബിൾ ആണ്. ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും സൺഡേ ഗ്രീൻ അവൈലബിൾ ആണ്, മൺഡേ ഗ്രീൻ അവൈലബിൾ ആണ്. പക്ഷെ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും പറയുന്നത് 5 ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നാണ്. ബുക്ക് മൈ ഷോ ത്രൂ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആദ്യ ദിവസം തന്നെ ടിക്കറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് തന്നെ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കാൻ പറ്റും. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൂടുതൽ പറയുന്നുണ്ട്. ലിയോ ഇറങ്ങുന്ന സമയത്ത് എന്റെ ഒരു ഓർമ്മയിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ബുക്കിംഗ് ഉണ്ട്. കാരണം LCUലേക്ക് ലിയോ ഉണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. അതായത് വിക്രമിന്റെ സക്സസിന് ശേഷം ലോകേഷ് കൊണ്ടുവരുന്ന സിനിമ വിജയ് കോംബോ, അതിൽ ലിയോ ആ ഒരു LCU യൂണിവേഴ്സിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെക്കാട്ടിലും ഹൈപ്പിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തതാണ്, അതുകൊണ്ട് അറിയാം എനിക്ക്. ഇതിനെക്കാട്ടിലും ബുക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ റെക്കോർഡുകളൊക്കെ ലിയോയെക്കാട്ടിലും എമ്പുരാൻ തൂക്കുന്നെന്ന് പറയുന്ന സമയത്ത്, റിയാലിറ്റി നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ബുക്കിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറൻസ്ലി ലിയോ തന്നെയാണ് ഇതിനെക്കാട്ടിലും ബുക്കിംഗ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതായാലും ലാലേട്ടന്റെ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ, വലിയൊരു വിജയമാവട്ടെ. സോഷ്യൽ മീഡിയയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ജെനുവിനാണോ നമുക്ക് ഇതുപോലെ കയറി നോക്കാൻ പറ്റുന്നതാണ്. തൃശ്ശൂർ രാഗത്തിൽ 5 ദിവസത്തേക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതും, അതുപോലെ ഇനിയുള്ള 5 ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നുള്ള പോസ്റ്റുകളൊക്കെ കുറച്ച് ബൂസ്റ്റിംഗ് ആയിട്ട് അവർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇതൊരു വലിയൊരു സക്സസ് ആവട്ടെ. മലയാള സിനിമയിൽ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കളക്ഷൻ നേടുന്ന സിനിമയായി മാറട്ടെ, വലിയൊരു ഹ്യൂജ് സക്സസ് ആവട്ടെ. നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതാണ്.